ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കും മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഉള്ള ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾ ഇടുന്ന ഡ്രാമയുടെ അപ്ഡേറ്റ്സ്, പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് ഡ്രാമ തുടങ്ങണം എന്ന പോളും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായും വാട്സപ്പിലാണ് കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് അന്നത്തെ ആ ഒരു ദിവസത്തെ ഒബ്സർവേഷൻ ഒക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി മൂവിനെ കൊണ്ട് തന്റെ ഗ്യാരേജിലേക്ക് ജിൻ പോകുന്നതാണ്. അവന് അവളെ നേരിട്ട് ഗ്യാരേജിൽ കൊണ്ടുപോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അവൾ കുറച്ച് അടവൊക്കെ എടുത്ത് സെന്റിമെന്റലായി അപ്രോച്ച് ചെയ്ത് ഒന്നാമത് തനിക്ക് ന്യൂട്രീഷൻ കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞു. വീട്ടിൽ പോയ ആ കാര്യം അറിഞ്ഞ അച്ഛൻ ഇനി അത് മതി കുടിക്കാനേ. പിന്നെ രണ്ടാനമ്മയല്ലേ ഉള്ളത്, ആ കൊച്ചു കുഞ്ഞിന്റെ കാര്യം നോക്കാനേ അമ്മയ്ക്ക് നേരം കാണുള്ളൂ. അതിന്റെ ഇടയിൽ എന്റെ കാര്യം ആര് നോക്കാനാണെന്നൊക്കെ സെന്റിമെന്റലായി ഒരു നമ്പർ ഇറക്കി അവൾ അങ്ങനെ അവന്റെ ഗ്യാരേജിൽ എത്തിയിരിക്കല്ലേ. അങ്ങനെ ഗ്യാരേജിൽ എത്തിയ പാട് തുള്ളിച്ചാടി അവൾ നേരെ അവിടെ ഒരു സെർച്ച് തന്നെ നടത്തുന്നുണ്ട്. തപ്പുന്നത് കീ ചെയിൻ ആണ്. ജിന്നിന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് മോ ചോദിച്ചപ്പോ സാലി അതിന് ഉത്തരമായി കീ ചെയിൻ സെർച്ച് ചെയ്യാനല്ലേ പറഞ്ഞത്. അപ്പൊ അവൾ അതിനുള്ള ഉത്തരം കിട്ടാനായിട്ട് കീ ചെയിൻ അവിടേക്ക് തപ്പുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. ഇനി അത് ജിന്നിന്റെ കയ്യിൽ തന്നെയാണോ അവളിങ്ങനെ ഡൗട്ടായി നിൽക്കുമ്പോഴേക്കും ജിൻ അവളെ ഫുഡ് കഴിക്കാനായി വിളിക്കുന്നു. തുടർന്ന് അവൾ വേഗം റെഡിയായി ഫുഡ് കഴിക്കാനായി ചെല്ലുമ്പോൾ അവിടെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു മീലാണ് അവൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പാലും മുട്ടയും എല്ലാം ഉണ്ട്. എനിക്കിത് ഇഷ്ടമല്ല എന്നവൾ പറയുമ്പോൾ കഴിക്കാൻ വൈകി നേരെ അച്ഛന്റെ വീട്ടിലേക്ക് പൊക്കോളാനായി അവൻ പറയുന്ന ടീം ഇല്ല ഞാൻ കഴിച്ചോളാം എന്ന് അവൾ പറയുന്നുണ്ട്. എന്നാലും നീ എന്റെ അമ്മയെക്കാളും സ്ട്രിക്റ്റ് ആണല്ലോ എന്ന് അവളിങ്ങനെ പെറുവർക്കുമ്പോൾ നീ എന്റെ കൂടെ നിൽക്കുമ്പോൾ നിനക്ക് ന്യൂട്രീഷൻ കുറഞ്ഞാൽ അതിന്റെ കുറവ് എനിക്കാണ്. കൂടാതെ കുറച്ച് ഫ്രൂട്ട്സും കട്ട് ചെയ്ത് വെക്കുമ്പോൾ അയ്യോ ഇത് ഒത്തിരി ഉണ്ടല്ലോ എന്ന് അവൾ മുഖം ചുളിക്കുമ്പോൾ ഞാൻ വേഗം അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാനായി അവൻ വീണ്ടും പറയുമ്പോൾ അവൾ അത് വേണ്ട എന്ന് പറഞ്ഞ് കഴിക്കാനായി തുടങ്ങുന്നുണ്ട്. കഴിക്കുന്നതേ ഒരുമാതിരി വല്ലാത്ത എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടാണ്. എന്തായാലും അവൻ അതും പോരാതെ ഇപ്പതേ ആ പാല് ചൂട് കുറവാ എന്ന് തോന്നുന്നവൻ അതെടുത്ത് ചൂടാക്കുന്നും കൂടിയുണ്ട്. ഇതൊക്കെ കണ്ട് അവളാകെ വണ്ടറായിരിക്കാണ്. എന്തൊരു കെയർ ആണല്ലേ എന്ന് ഓർത്ത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ലിന്നിനെയാണ്. ലിൻ നേരെ നമ്മുടെ സ്നേക്കി വാനിന്റെ സ്ഥലത്തേക്ക് ചെന്ന് അവിടെയുള്ള വാനിന്റെ കൊച്ചു കൊച്ചു ഗുണ്ടകളെല്ലാം കൈകാര്യം ചെയ്യാണ്. എന്താ സംഭവം എന്ന് വാൻ ചോദിക്കുമ്പോൾ ഇന്നലെ നിന്റെ ആളുകൾ എന്റെ വീട്ടിലേക്ക് എത്തി എന്റെ അനീതി നാനെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചല്ലോ എന്ന് അവൻ പറയുമ്പോൾ അവൾ എന്റെ ഫ്രണ്ട് അല്ലേ, ഞാനതിന് അവളെ ഉപദ്രവിക്കാനായി ആളുകളെ വിടേണ്ടതെന്ന് ആ ടീം സ്നേഹിയും പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോന്ന് വാൻ അവളുടെ ആളുകളോട് ചോദിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കിയതൊന്നുമല്ല, ഞങ്ങൾ അവളുടെ കൂടെ ചുമ്മാ തമാശ കാണിച്ചതാണെന്നല്ല അവര് പറയുമ്പോൾ ഞാനും നിന്റെ അടുത്ത് തമാശ കാണിക്കുകയാണെന്ന് പറഞ്ഞ് ലിൻ ഇങ്ങനെ നന്നായിട്ട് വേദനിപ്പിച്ചുകൊണ്ട് നിൽക്കാണ്. കൂട്ടത്തിൽ തന്നെ വാനിനോട് ഇനി നിന്നെ കൊണ്ടോ നിന്റെ ആളുകളെ കൊണ്ടോ അവൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, നീ ഒരു ഫ്രണ്ട് ആയിട്ടാണ് അവളെ കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ രീതിക്ക് ഇരുന്നോണം, മേലെ അവൾക്ക് നിന്നെ കൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിക്കില്ലെന്ന് പറഞ്ഞ് ഒരു വാർണിംഗും കൊടുത്താണ് ലിൻ അവിടെ നിന്ന് പോകുന്നത്. ഇനി നാനയ്ക്ക് നിന്റെ ഒന്നും സൗഹൃദം തീരെ ഇഷ്ടമല്ലെങ്കിൽ ആ രീതിക്ക് അവളെ ഡിസ്റ്റർബ് ചെയ്യാതെ പൊക്കോണം. എന്തായാലും ലിന്നെത്തി നാനയുടെ കാര്യത്തിൽ ഇനി ഇവർ വല്ല പ്രശ്നം ഉണ്ടാക്കിയ വിവരം അറിയുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പോയത് സ്നേഹിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മുടെ മൂവ് ആവട്ടെ നാനയുടെ കൂടെ അവളുടെ സ്കൂളിലാണുള്ളത്. ഈ സ്കൂളിൽ തന്നെ പഠിക്കാൻ തീരുമാനിച്ചല്ലേന്ന് നാന ചോദിക്കുമ്പോൾ അതെ, എനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ, അമ്മയാണെങ്കിൽ എന്നെ കാനഡയിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുക, അപ്പൊ ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ സ്കൂളിൽ തന്നെ പഠിക്കാം, പിന്നെ ഈ നാടും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇപ്പോൾ എല്ലാം കൊണ്ടും ഇവിടെ പഠിക്കുക എന്നതാണ് എന്റെ തീരുമാനമെന്ന് അവൾ പറയുന്ന ടീം എന്താ നീ പഠിക്കാനായി ഓപ്റ്റ് ചെയ്യുന്നതെന്ന് നാന ചോദിക്കുമ്പോൾ ഞാനിവിടെ പുതുതായതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഫൗണ്ടേഷൻ കോഴ്സിന് ചേർന്നാലോ, എനിക്ക് ഇവിടുത്തെ ഭാഷയും കാര്യങ്ങളും വളരെ വീക്ക് അല്ലേ എന്നല്ല മൂ പറയുമ്പോൾ എന്റെ ഫാമിലി ഇവിടെ ഒരു ലാംഗ്വേജ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുന്നുണ്ട്, അധികം ആരും അങ്ങനെ സംസാരിക്കാത്ത ലാംഗ്വേജ് ഒക്കെ അവർ പഠിപ്പിച്ചെടുക്കും, എന്തായാലും അങ്ങോട്ട് വന്നു പറഞ്ഞ് മൂന്ന് വേഗം നാന കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ആക്ച്വലി മൂന്നിപ്പോ തായ് ലാംഗ്വേജ് ആണല്ലോ പഠിക്കേണ്ടത്, അല്ലാതെ ഈ തായ്ലൻഡിലുള്ള സ്റ്റുഡൻസിന് ഓവർസീസ് ഒക്കെ പോയി എന്തെങ്കിലുമൊക്കെ കോഴ്സ് പഠിക്കണമെങ്കിൽ അവർക്ക് അവിടുത്തെ ലാംഗ്വേജ് ഒക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ ഒരു ലാംഗ്വേജ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് പഠിക്കാനായിട്ടുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും അഡ്മിഷൻ എടുത്ത ശേഷം നാന മൂന്നോട് പ്രത്യേകമായി പറയുന്നുണ്ട് ചുമ്മാ അഡ്മിഷൻ എടുത്തു ക്ലാസ്സിൽ വന്നു ഓർത്ത് അങ്ങനെ പെട്ടെന്നൊന്നും ലാംഗ്വേജ് പഠിക്കാൻ സാധിക്കില്ല, അതിനായിട്ട് ലോക്കൽസുമായി ഇന്ററാക്ട് ചെയ്യണമെന്ന്. അത് കേൾക്കുന്ന മൂവാട്ട നീ എപ്പോഴും എന്നോട് ചൈനീസിലല്ലേ സംസാരിക്കുന്നത്, നീ എന്താ തായ് ഭാഷയിൽ എന്നോട് സംസാരിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ നാന വേഗം തന്നെ തായ് ഭാഷ സംസാരിക്കുന്നുണ്ട്. പറഞ്ഞു കൊടുക്കുന്നത് ഡോണ്ട് വറി, ഡോണ്ട് ഓവർ തിങ്ക് ഇറ്റ്, സോ ബ്യൂട്ടിഫുൾ, താങ്ക് യു, ജെന്റ്ലി, കിസ് എന്നിങ്ങനെ ചില ഇംഗ്ലീഷ് വാക്കുകളുടെ തായ് ട്രാൻസ്ലേഷൻ ആണ്. ഞാൻ അതൊക്കെ പറയുന്നത് കേട്ട് മൂ വളരെ രസകരമായി അത് എടുത്തു പറഞ്ഞിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം ജിൻ കണ്ട് സംസാരിച്ച അതേ അജ്ഞാത വ്യക്തിയോട് അതേ കണക്ക് തന്നെ ജിൻ ഇപ്പോ മുഖം വ്യക്തമാവാത്ത രീതിയിൽ ഇങ്ങനെ പുറംതിരിഞ്ഞിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റേസിന് ഇനി അധികം സമയമില്ല, കാരണം മോഡിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞു എന്ന് ആ ഒരു വ്യക്തി ചോദിക്കുമ്പോൾ ഇനി അതിന് എനിക്ക് 2 പാർട്സ് കിട്ടാനായിട്ടുണ്ട്, പക്ഷേ ഈ സിറ്റിയിൽ എവിടെയും അത് കിട്ടുന്നില്ല, മനഃപൂർവ്വം എന്റെ മോഡിഫിക്കേഷൻ കംപ്ലീറ്റ് ആവാതിരിക്കാനായി ഞാൻ റേസിൽ പങ്കെടുക്കാതിരിക്കാനായി എന്നെ ടാർഗറ്റ് ചെയ്ത് ഇതെങ്ങനെ സംഭവിക്കുന്നതാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടെന്നല്ല ജിന്നും പറയുന്നു. നീ എങ്ങനെങ്കിലും കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യണം, ആ ഒരു റേസിൽ ടോപ്പ് 10 നീ വരണം, അതെങ്ങനെയും സംഭവിക്കണം, അതിനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാനായി ആള് പറയുന്നുണ്ട്. ടോപ്പ് 10 എത്തുക എന്ന് പറഞ്ഞാലും ടോപ്പ് 3 ഫിനിഷ് ചെയ്യണം എന്നതാണ് ഇവിടെ ആവശ്യം എന്നതും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അപ്പോഴേക്കും നാനയാണ് മൂവിനെ ഡ്രോപ്പ് ചെയ്യാനായി വരുന്നത്. മൂവ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ജിന്നിന്റെ ഗ്യാരേജിലായതുകൊണ്ട് അങ്ങോട്ടേക്കാണ് കൊണ്ടുവരുന്നത്. വരുമ്പോഴേക്കും
നോക്കുമ്പോഴേക്കും ഗാരേജ് അടച്ചിട്ടിരിക്കുകയാണ്. ജിൻ എവിടോ പോയിരിക്കുകയാണെന്ന് അവർക്ക് വ്യക്തമാകുന്നുണ്ട്. നിന്റെ ചേട്ടന് തീരെ ഉത്തരവാദിത്തം ഇല്ലേ, നീ വരൂന്നറിയില്ലേ, പിന്നെ എന്തെങ്കിലും അടച്ചിട്ട് പോയിരിക്കുന്നതെന്നല്ല. അത് കണ്ട് നാന ദേഷ്യപ്പെടുമ്പോ അതെ എന്റെ ചേട്ടന് ഞാനിവിടെ നിൽക്കുന്നതേ തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് അവസരം മുതലാക്കാൻ നോക്കുന്നതാണെന്നല്ല സങ്കടത്തിൽ പറയുന്ന ടീം. നീ എന്നാ എന്റെ വീട്ടിലേക്ക് പോന്നേക്കുന്നു നാന പറയുമ്പോ വേണ്ട ശരിയാവില്ല, നീ എന്നെ അച്ഛന്റെ അടുത്ത് ആക്കിയേക്ക്, ഞാൻ അവിടെ നിൽക്കാന്ന് പറഞ്ഞ അങ്ങനെ നാന തന്നെ മൂവിനെ അവളുടെ അച്ഛൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. അങ്ങനെ അവൾ നാന പോയ ശേഷം മുകൾ നിലയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അപ്പാർട്ട്മെന്റിന്റെ ഡോറും അടച്ചിട്ടിരിക്കുകയാണ്. അയ്യോ ഇവിടെ ആരും ഇല്ലെന്ന് ടെൻഷൻ വന്ന അവൾ ഇങ്ങനെ ആരും ഇല്ലല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ പതിയെ പുറത്തേക്ക് നടക്കുന്ന ടീം അവിടെ റോഡിൽ കിടന്ന് ആരുടെയോ കയ്യിൽ അറിയാതെ ചവിട്ടുന്നുണ്ട്. പെട്ടെന്ന് അയാൾ സൗണ്ട് ഉണ്ടാക്കുമ്പോഴാണ് അവൾ അയ്യോ ഇത് തന്റെ അച്ഛനല്ലേന്ന് ശ്രദ്ധിക്കുന്നത്. കള്ളു കുടിച്ച് ബോധമില്ലാതെ ആള് റോഡിൽ കിടക്കായിരുന്നു. അച്ഛൻ എന്തീ കാണിക്കുന്ന, അച്ഛൻ എന്തീ ഈ റോഡിൽ വേസ്റ്റിന്റെ ഒക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ വീട്ടിൽ കറണ്ട് ഇല്ല, ഇലക്ട്രിക് സർക്യൂട്ട് കംപ്ലീറ്റ് ആയി ബേൺഡ് ഔട്ട് ആയി, അതുകൊണ്ട് തന്നെ വീട്ടിൽ AC വർക്ക് ആവുന്നില്ല, പിന്നെ എങ്ങനെ അവിടെ കിടക്കും, വീട്ടിനകത്തേക്കാളും തണുപ്പ് ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ കിടന്നോളാന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ കിടക്കുമ്പോൾ അവൾ അച്ഛനെ പിടിച്ച് എണ്ണിപ്പിക്കാനായും നമുക്ക് കറണ്ട് റെഡിയാക്കാന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ അത് കേൾക്കുന്നില്ല. അവൾക്ക് പിടിച്ച് വലിച്ച് എണ്ണിപ്പിക്കാനും പറ്റാതെ അവൾ വേഗം തന്നെ രണ്ടാനമ്മയെ ഫോൺ ചെയ്യുന്നുണ്ട്. ആ ടീമാണ് അവരിവിടെ ഇല്ല, നാട്ടിലേക്ക് മോളെയും കൂട്ടി പോയിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അച്ഛൻ ഇതുപോലെ റോഡിൽ കിടക്കുന്നുവെന്ന് അവൾ പറയുമ്പോൾ അങ്ങേർക്ക് ഇത് തന്നെ പണി, അങ്ങേരെ അവിടെ കിടക്കട്ടെന്നേ, മോള് വീട്ടിൽ പോകും, താക്കോല് ചെടിച്ചട്ടി വെച്ചിട്ടുണ്ടെന്ന് അവർ പറയുമ്പോൾ അയ്യോ അച്ഛൻ ഇവിടെ ഇട്ടിട്ട് എങ്ങനെ പോകാനാ, അച്ഛനെ കൊതു കടിക്കില്ലേന്നൊക്കെ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അച്ഛൻ ഈ റോഡിൽ കിടന്നത് സേഫ് ആണോ എന്നല്ല ആകെ ടെൻഷനായി സംസാരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ആ കള്ളിന്റെ ലഹരി മാറുമ്പോൾ അങ്ങേര് നേരെ വീട്ടിൽ വന്നോളൂ, മോള് വീട്ടിൽ പോകാനേ പറഞ്ഞ് അവര് കോള് കട്ട് ചെയ്യുന്നു. അവൾക്ക് എന്തായാലും ഒട്ടും മനസ്സ് വരുന്നില്ല അച്ഛനെ വിട്ടിട്ട് പോകാൻ. അതുകൊണ്ട് തന്നെ കൊതുക് തിരിയും കൊതുകിനടിക്കേണ്ട സ്പ്രേയും ഒരു ഷീറ്റും ഒക്കെ വേഗം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് അച്ഛനെ പൊതിച്ചൊക്കെ അവൾ അവിടെ സേഫ് ആക്കാൻ നോക്കുന്നുണ്ട്. ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ അവൾക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കി അവിടെ അച്ഛനെ സേഫ് ആക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവൾ ചെയ്യാണ്. പാവം അച്ഛനെ കൊതു കടിക്കുന്ന പോലും അവൾക്ക് സഹിക്കാൻ വയ്യ. അതിന്റെ ഇടയിലെല്ലാം അച്ഛനെ വിളിച്ചുകൊടുത്താനും നോക്കുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും അവിടേക്ക് ജിൻ വരുന്നു. നീ ഇവിടെ എന്തെടുക്കാണെന്ന് അവൻ ചോദിക്കുമ്പോൾ എവിടായിരുന്നു എന്ന് അവനോട് അവളും ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ ജോലി സംബന്ധമായിട്ട് ഒരു സ്ഥലം വരെ പോയിരിക്കായിരുന്നു എന്ന് അവൻ പറയുമ്പോൾ ആ ടീമാണ് അവൾ അവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റപ്പ് എല്ലാം അവൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അച്ഛനെ റോഡിൽ തന്നെ കിടത്താനാണോ നിന്റെ പ്ലാൻ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ വേറെ എന്ത് ചെയ്യാനാ, എനിക്ക് എടുത്തുകൊണ്ട് പോകാനുള്ള ശക്തിയൊന്നും ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവൾ ചോദിക്കുമ്പോൾ അച്ഛന്റെ ഈ സ്വഭാവവും ഇങ്ങനത്തെ പ്രകടനവും കണ്ട് ശീലമാണല്ലോ ജിന്നിന്. അവൻ എന്തായാലും അച്ഛനെ താങ്ങി പിടിച്ച് അവളുടെ കൂടെ അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ലൈറ്റ് ഇടാത്തേന്ന് വീട്ടിലെത്തി അവൻ ചോദിക്കുമ്പോൾ ഇലക്ട്രിക് സർക്യൂട്ട് ബേൺ ആയിന്ന് അച്ഛൻ പറഞ്ഞത്. ശരി ഞാൻ നോക്കി റെഡിയാക്കാന്ന് പറഞ്ഞു അവൻ പോകാനേ ഒരുങ്ങുമ്പോഴേക്കും അവൾ അവനെ തടഞ്ഞ് ഒരു ഫ്ലാഷ് ലൈറ്റ് ഒക്കെ സേഫ്റ്റിക്കായി കൈ കൊടുക്കുമ്പോൾ അവളുടെ കെയർ കണ്ട് അവൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും അതിനുശേഷം അവനത് റെഡിയാക്കി കഴിഞ്ഞ് അച്ഛനെ തട്ടി വിളിച്ചുണർത്തി അച്ഛൻ വല്ലാതെ നാറിയിട്ട് വയ്യ, വേഗം പോയി കുളിക്കെന്നും പറഞ്ഞ് കുളിക്കാനേ പറഞ്ഞു വിടുന്നു. എന്തായാലും അതിനുശേഷം അവനൊരു കോഫി ഇട്ട് കുടിക്കാനേ ഒരുങ്ങുമ്പോൾ ഈ രാത്രി ഇങ്ങനെ കോഫി കുടിച്ചാൽ ഉറങ്ങണ്ടേ, ഉറക്കം പോയില്ലേ കോഫി കുടിച്ചാലെന്നെല്ലാം അവൾ ചോദിക്കുമ്പോൾ ഞാനൊന്നും ഉറങ്ങാൻ പോകുന്നില്ല എന്ന് അവനും പറയുന്നു. അതെന്താ എന്ത് പറ്റിയെന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാൻ ക്വിങ്ഷി എന്നൊരു സ്ഥലത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് പോവാണെന്ന് അവൻ പറയുന്ന ടീം ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തോന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാൻ ഫ്ലൈറ്റിലല്ല കാർ ഡ്രൈവ് ചെയ്താ പോകുന്നതെന്ന് അവനും പറയുന്നു. അത് സേഫ് ആണോ കാർ ഡ്രൈവ് ചെയ്ത് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോകുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്ക് ശീലമുള്ള കാര്യമാണ്, എന്തായാലും ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണില്ലല്ലോ, നീ ഇവിടെ തന്നെ നിൽക്കാനായി അവൻ പറയുന്ന ടീം. അവൻ പോകുന്നതിന് മുന്നേ അവൾ ഒരു കാര്യം അവനോട് പറയുന്നുണ്ട്, ഇന്നൊരു ഗുഡ് ന്യൂസ് പറയണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നവൾ പറയുമ്പോഴേക്കും ക്ലോക്കിലേക്ക് നോക്കി അവൻ അവളുടെ അടുത്തത് കേൾക്കാനേ ഇരിക്കുന്നുണ്ട്. എനിക്ക് ട്രാവലിനുള്ള ടൈം ആവുന്നുണ്ട്, അതിനു മുന്നേ എന്താ ഗുഡ് ന്യൂസ് എന്ന് പറയാനായി അവൻ പറയുന്ന ടീം. താൻ പറയുന്നത് കേൾക്കാനായി അവൻ ഇരുന്നല്ലോ എന്ന് അവളും ഹാപ്പി ആവുന്നുണ്ട്. ഞാനിവിടെ മാൻഷിൽ തന്നെ സ്റ്റേ ചെയ്യാനായി തീരുമാനിച്ചു, അതിനായിട്ട് ഞാൻ ഇവിടുത്തെ സ്കൂളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, പിന്നെ അവിടെയുള്ള ലാംഗ്വേജ് ട്രെയിനിങ് ക്ലാസ്സിൽ ഞാനയുടെ സഹായത്തോടു കൂടി എൻറോളും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നവൾ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതിൽ വിരോധമൊന്നും ഇല്ലല്ലോ, സന്തോഷമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആക്ച്വലി അവൾ ഇവിടെ തന്നെ റിമെയിൻ ചെയ്യുന്നതാണ് അവന് സന്തോഷമെങ്കിലും അത് പ്രകടിപ്പിക്കാതെ, പക്ഷെ നീ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ അമ്മ പറഞ്ഞ കണക്ക് കാനഡയിൽ പോയി നിന്റെ തുടർ പഠനം നടത്തുന്നതായിരുന്നു നിന്റെ ഫ്യൂച്ചറിന് നല്ല ഓപ്പർച്യൂണിറ്റി നൽകാന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നീ കണ്ടതല്ലേ, നീ പ്രതീക്ഷനേക്കാൾ മോശമല്ലായിരുന്നു ഇവിടുത്തെ സാഹചര്യങ്ങൾ, അപ്പോൾ ഇവിടുത്തേക്കാളും നല്ലത് പോകുന്നതല്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ അങ്ങനൊന്നുമില്ല, ഞാൻ വിചാരിച്ച അത്രയും മോശമൊന്നുമല്ല, ഈവൻ ബെറ്റർ താൻ ഇമാജിൻഡ് എന്ന് അവൾ പറയുന്നു. നന്നായിട്ടുണ്ടോ, അത്രയ്ക്ക് എന്താ നന്നായിട്ടുള്ളതെന്ന് അവൻ ചോദിക്കുമ്പോൾ അത് പറയില്ല എന്ന് പറഞ്ഞ് അവൾ ചിരിക്കുകയാണ്. ഒരുപാട് സീക്രട്ട് കയ്യിലുണ്ടല്ലേ എന്ന് അവൾ ഇങ്ങനെ പറയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ തിരിച്ച് കളിയാക്കുമ്പോൾ എന്തായാലും ജിന്നിന്റെ അത്രയും സീക്രട്ട് തന്റെ കയ്യിലില്ല എന്നും അവൾ തിരിച്ച് കളിയാക്കുന്നു. എന്റെ ബിസിനസ് ഒക്കെ നീ അന്വേഷിക്കാതിരിക്കുന്നത് നല്ലത്, അത് കുറച്ച് ട്രബിൾ ആണെന്ന് അവൻ പറയുമ്പോൾ അത് സാരില്ല, അതെനിക്കൊരു വിഷയമേ അല്ല, നമുക്ക് നമ്മുടെ സീക്രട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താലോ എന്നവൾ അവസരം മുതലാക്കാനായി ചോദിക്കുമ്പോൾ എനിക്ക് പോകാൻ സമയം എന്ന് പറഞ്ഞ് പോകാൻ എണ്ണിക്കുന്നവൻ കയ്യിൽ കാശൊക്കെ ഉണ്ടല്ലോ അല്ലേന്ന് പറഞ്ഞ് കുറച്ച് കാശ് അവിടെ വെക്കുന്നുണ്ട്. പിന്നെ സമയത്ത് ഫുഡ് കഴിക്കണമെന്നും കൂടി പ്രത്യേകമായി പറയുമ്പോൾ എനിക്ക് ഒന്നാമത് ന്യൂട്രീഷൻ കുറവ്, എന്നെ നോക്കാൻ ഇവിടെ ആരും ഇല്ലെന്നറിയാലോ, എന്നിട്ട് എന്തിനു എന്നെ ഇട്ടിട്ട് ഇത്രയും ദിവസത്തേക്ക് മാറി നിൽക്കുന്നതെന്ന് അവൾ അവിടെ ചിണുങ്ങുമ്പോൾ നിന്റെ അച്ഛനില്ല ഇവിടെ, അദ്ദേഹത്തോട് നിനക്ക് എന്താ വേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായും നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും, അച്ഛൻ നല്ല കുക്കാന്ന് കൊച്ചിലെ നിനക്കറിയാവുന്നതല്ലെന്നെല്ലാം അവൻ പറഞ്ഞ അവളുടെ തലയിലും തലോടി അവിടെ നിന്ന് പോകുമ്പോൾ അവൻ വെച്ചിട്ടുള്ള കാശ് നോക്കി അവൾ ഈ കാശും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ, അവൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് നേരെ ബാൽക്കണി ചെന്ന് നോക്കുമ്പോൾ അവൻ കാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവനും പോകുന്നതിന് മുന്നേ ബാൽക്കണി നിൽക്കുന്ന അവളെ ഒന്ന് നോക്കിയാണ് അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അവൾക്കാണെങ്കിൽ അവൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്നാണ് ഉള്ളിലിപ്പോൾ ഉള്ള ഒരേ ഒരു പ്രാർത്ഥന. അങ്ങനെ അപ്പോഴേക്കും കുളി കഴിഞ്ഞ് അച്ഛൻ എത്തുമ്പോൾ അച്ഛ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ എന്ന് അവൾ ചെന്ന് ചോദിക്കുന്നു. അങ്ങനെ അമ്മ
അമ്മയെ വിളിച്ച് അവൾ ഇവിടെ പഠിക്കാനായി തീരുമാനിച്ചു എന്ന കാര്യം അറിയിക്കുകയാണ്. മാൻഷി പഠിക്കാനൊക്കെ നല്ല സ്ഥലമാണ്, ഫേവറബിൾ എൻവയറമെന്റ് ആണ്, നല്ല സ്കൂളൊക്കെ ഉണ്ട്, ഞാനിവിടെ ലാംഗ്വേജ് ക്ലാസ്സിനും ജോയിൻ ചെയ്തു, പിന്നെ ഒരു 3-4 മാസം കഴിയുമ്പോൾ എനിക്ക് എക്സാം എന്നൊക്കെ പറയുന്ന അവൾ അച്ഛൻ ഇവിടെ ഞാൻ നിൽക്കാൻ സമ്മതിച്ചു, അച്ഛനും ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ അവൾ അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട്. തുടർന്ന് അദ്ദേഹവും അതെ ഞാൻ സമ്മതിച്ചു എന്ന് പറയുമ്പോൾ അവൾ അച്ഛനോട് ഗുഡ് അച്ഛ എന്നൊക്കെ പറഞ്ഞ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം തിരിച്ച് അവളുടെ ഫോൺ കിട്ടുമ്പോൾ അവൾ അവിടെ നിൽക്കുന്നത് അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ജിന്നുള്ളതുകൊണ്ട്. അമ്മ ആ ഒരു കാര്യം പറയാൻ വരുമ്പോഴേക്കും അമ്മ ചുമ്മാ ജിന്നിന്റെ കാര്യം എൻ്റെ അടുത്ത് പറയാതെ എന്നും പറഞ്ഞു അവൾ കോൾ കട്ട് ചെയ്യാണ്. അച്ഛൻ അപ്പോഴേക്കും വീണ്ടും ഡ്രിങ്ക്സ് അടിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി ശരി എന്നാ മോളെ പിന്നെ കാണാമെന്ന രീതിക്ക് പറഞ്ഞിങ്ങനെ എണ്ണിക്കുമ്പോഴേക്കും അച്ഛ എനിക്ക് വിശക്കുന്നു, അച്ഛൻ എന്തുണ്ടാക്കി തന്നാലും ഞാൻ കഴിക്കുമെന്ന് അവൾ പറയുന്നുണ്ട്. തുടർന്ന് അച്ഛൻ അവൾക്ക് വേണ്ടി കുക്ക് ചെയ്യുമ്പോൾ അച്ഛൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എത്രയോ നാളുകൾക്ക് ശേഷമാണ് അവൾ കഴിക്കുന്നത്. അച്ഛന്റെ കൈപ്പുണ്യം അപാരം തന്നെയെന്ന് പ്രശംസിക്കുന്ന അവൾ എന്തായാലും ജിന്നി ഉണ്ടാക്കുന്ന ഫുഡിനേക്കാളും നല്ലതാണെന്ന് പ്രത്യേകം പറയുമ്പോൾ അച്ഛൻ അത് കേൾക്കുമ്പോൾ ഭയങ്കര അഭിമാനം. അവനുണ്ടാക്കുന്ന ഫുഡിനേക്കാൾ മാത്രമല്ല അവനേക്കാളും ഞാൻ ഹാൻഡ്സം അല്ലേ, പ്രത്യേകിച്ച് അവന്റെ ഈ പ്രായത്തിൽ എന്നെ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നല്ല അച്ഛൻ സ്വയം പുകഴ്ത്തുന്നുണ്ട്. എന്നിട്ട് കുറച്ചു നേരം സംസാരിച്ചിരുന്ന ശേഷം ശരി നീ വേഗം കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങും, ഞാനും ഉറങ്ങാൻ പോവാ, നല്ല ഉറക്കക്ഷീണമുണ്ട്, അടുത്ത ദിവസം രാവിലെ ഒന്നും ഞാൻ എണ്ണിക്കുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യത്തിന് എന്നെ ഡിസ്റ്റർബ് ചെയ്തേക്കല്ലേ എന്ന് ഒരു മുൻകൂർ ജാമ്യം കൂടി എടുത്താണ് അച്ഛൻ ഉറങ്ങാനായി പോകുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ ജിന്നിനെ കാണുമ്പോൾ ജിന്നിന് റേസിന് വേണ്ടി അവന്റെ കാർ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കണം, അതിനുവേണ്ടി 1-2 പാർട്സ് ആവശ്യമുണ്ട്. പക്ഷെ അത് അവന്റെ നാട്ടിൽ കിട്ടാത്തതിനെ കൊണ്ട് അത് അന്വേഷിച്ചാണ് ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെയും ജിന്നിന് വേണ്ട എക്സാക്ട് ആ പാർട്ട് ലഭിക്കുന്നില്ല. കിട്ടിയ ആ ഒരു പാർട്ട് സ്വന്തമായ രീതിയിൽ ക്രാഫ്റ്റ് ചെയ്ത് കാർ മോഡിഫൈ ചെയ്യാൻ റെഡിയാക്കാമെന്ന് അവൻ അങ്ങനെ കരുതുന്നുണ്ട്. അങ്ങനെ റേസിന്റെ ദിവസം വന്നെത്തുന്നു. റേസ് നടക്കുന്നത് ഒരു മലയിലാണ്, അവിടെ ഭയങ്കരമായ കർവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ റേസ് നടക്കുമ്പോൾ അതിൽ നമുക്ക് ലിയാങ് പങ്കെടുക്കുന്നതും കാണാം. ഇതേ ടീം തന്റെ ബ്ലാക്ക് കാറിൽ ജിന്നും ആ റേസിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ റേസിന്റെ പ്രോഗ്രസ് കണ്ടു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ സ്നേക്കിയുടെ അച്ഛന്റെ ആളും ഉണ്ടായിരുന്നു. ആള് ടിവിയിലൂടെ ഈ റേസും കാര്യങ്ങളൊക്കെ കണ്ട് ജിൻ നന്നായി റേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കി ആരെയോ ഫോൺ ചെയ്ത് അവൻ എങ്ങനെയെങ്കിലും ഈ റേസിൽ നിന്ന് ഔട്ട് ആക്കണം എന്ന ലക്ഷ്യത്തിൽ ആ ഒരു മല ഭയങ്കര ഡേഞ്ചറസ് ആണ്, കാരണം ഒരുപാട് ബ്ലൈൻഡ് കേർവ്സ് ഒക്കെ ഉണ്ട്, നന്നായി ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ കൊക്കയിലേക്ക് പതിക്കും. അങ്ങനെ ആ ബ്ലൈൻഡ് കേർവ്സ് ഒക്കെ ഉള്ളെടുത്ത് അത് കുറച്ച് സ്ലിപ്പറി ആക്കാനായി അവിടെയെല്ലാം വെള്ളം ഒഴിക്കാനായി പറയുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ എക്സ്ട്രാ ട്രെയിനിങ്ങിന്റെ ഭാഗമാണോ എന്നല്ല കണ്ടു നിന്ന ചിലരിൽ ഡൗട്ടും വരുന്നുണ്ട് ആ ടിവിയിലൂടെ ഇങ്ങനെ റേസ് കാണുന്നവരിൽ. എന്നാലും അപ്പോഴേക്കും ആദ്യം ആ ഒരു വെള്ളം ഒഴിച്ച ഭാഗം ക്രോസ് ചെയ്യുന്നത് ലിയാങ് ആണ്. ലിയാങ് വേഗം തന്നെ ബാക്കി റേസേഴ്സിന് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. ഇവർക്ക് ഹെഡ്ഫോൺ വഴി കണക്റ്റഡ് ആണ്. അപ്പോൾ അവൻ ബാക്കി റേസേഴ്സിനോട് ഇവിടെ ആ ഒരു കർവിന്റെ ഇവിടെ വെള്ളം കിടപ്പുണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ പ്രത്യേകമായി ജിന്നിനോട് ജിൻ എക്സ്ട്രാ കെയർ എടുക്കണം, കാരണം ജിന്നിന്റെ കാർ ടയർ കുറച്ചുകൂടെ തിന്നാണ്, അതുകൊണ്ട് വളരെയേറെ സ്ലിപ്പറി ആവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഒരു റേസ് നടത്താണ്, വലിയ കോമ്പറ്റീഷൻ ആണ്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു സമയത്ത് ഇവർ കെയർ ചെയ്യുന്നുണ്ട് പരസ്പരം എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ആ ഒരു വെള്ളത്തിന്റെ മാറ്റർ കാരണം തന്റെ സ്പീഡ് കുറയ്ക്കാനും ജിൻ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട്, അത് സ്കിഡ് ആവാതിരിക്കാൻ. അവനെ ഓവർടേക്ക് ചെയ്ത് പല കാറുകളും ആ ടീം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഒരു കാഴ്ച ടിവിയിലൂടെ കാണുന്ന ഈ കാര്യം സെറ്റ് ചെയ്ത സ്നേക്കിയുടെ അച്ഛന്റെ സ്റ്റാഫ് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്, ഇങ്ങനെ പോയി അവൻ ജയിക്കില്ല എന്നൊക്കെ. അങ്ങനെ പലയിടത്ത് ഈ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ അവൻ സൂക്ഷിച്ച് സ്പീഡ് കുറച്ച് ഇങ്ങനെ ഓടിച്ച് ഫിനിഷിംഗ് ലൈനിലേക്ക് ഏതാണ്ട് 3ാമത് എത്തുമെന്ന രീതിയിൽ അവൻ എത്തുന്നുണ്ട് ഒരുവിധം ഓടിച്ച്. പക്ഷെ അപ്പോഴേക്കും പെട്ടെന്ന് അവന്റെ കാർ വീണ്ടും ഇനിയും സ്പീഡ് കുറച്ചാൽ താൻ 3rd പോലും എത്തില്ല എന്ന ഒരു ചിന്തയിൽ അവൻ അവിടെ വെള്ളം ഉണ്ടായിട്ടും സ്പീഡ് കുറയ്ക്കാതെ മുന്നോട്ട് പോകാനായി നോക്കുമ്പോൾ ഒന്ന് സ്കിഡ് ആവുന്നുണ്ട്. അപ്പോഴേക്കും മറ്റൊരു കാറ് 3ാം സ്ഥാനം ഏക്കും എന്ന ആ ഒരു രീതിക്ക് എത്തുന്നുണ്ട്, കാരണം വേഗം ആ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്താൽ ജിന്നിന് 3rd പൊസിഷനെങ്കിലും കിട്ടും. പക്ഷെ ജിന്ന് ഇപ്പോൾ ഇവിടെ ക്രോസ് ചെയ്യാതിരുന്ന ആ കാർ ക്രോസ് ചെയ്ത് ആ കാറിന് 3rd കിട്ടും. 3rd പൊസിഷനിലെങ്കിലും എത്തണം എന്നതാണ് ഈ റേസിനെ സംബന്ധിച്ച് ജിന്നിന്റെ ടാർഗറ്റ്. അതുകൊണ്ട് തന്നെ ജിൻ വേഗം ആ കാറിന് ലൈൻ ക്രോസ് ചെയ്യാൻ ഇടം കൊടുക്കാതെ അവന്റെ കാർ ഒന്ന് സ്കിഡ് ആയെങ്കിലും ആ ഒരു പൊസിഷനിൽ കാർ റിവേഴ്സ് എടുത്ത് ആ കാറുമായി എങ്ങനെ കട്ടയ്ക്ക് റേസ് ചെയ്ത് ഫിനിഷിംഗ് ലൈനിന്റെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവന് ഈ റിവേഴ്സ് എടുത്ത് പോവുക എന്നതല്ലാതെ അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല. കാർ നേരെ ആക്കാൻ പോയാൽ മറ്റു കാർ ആ ഒരു സമയത്തിനോടകം ലൈൻ ക്രോസ് ചെയ്യും. അങ്ങനെ എന്തായാലും തലനാടിരക്കാണ് 3rd പൊസിഷൻ മറ്റേ കാറിനെ വിട്ടുകൊടുക്കാതെ സെക്യൂർ ചെയ്യാനായി ജിന്നിന്റെ കാറിന് സാധിക്കുന്നത്. അതും ആ ഒരു സമയോചിതമായി തിങ്ക് ചെയ്ത് ജിൻ ആ ഒരു റിവേഴ്സിൽ ഓടിച്ചത് കൊണ്ട് മാത്രം. അങ്ങനെ ജിൻ 3rd പൊസിഷൻ സെക്യൂർ ചെയ്തിരിക്കുന്നു. ഈ ഒരു ടീം അവനെ തോപ്പിക്കാനായി ഈ പണിയൊക്കെ ഒപ്പിച്ച അയാളുടെ മുഖം ഇരിക്കുന്ന ഒന്ന് കാണണമായിരുന്നു. അങ്ങനെ ജിന്നകട്ടെ വേഗം തന്നെ അവൻ ആ കാണുന്ന അജ്ഞാത വ്യക്തിയില്ലേ ആളെ ഫോൺ ചെയ്ത് ഞാൻ ടോപ്പ് 10 എത്തിയെന്ന കാര്യം വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നാന മൂവിനെയും കുട്ടി ലിന്നിന്റെ ലക്ഷറിയസ് ഗ്യാരേജിലേക്ക് പോകുന്നുണ്ട്. അവിടെ അവന്റെ കാർ കളക്ഷൻ ഒക്കെ കാട്ടിക്കൊടുക്കുന്നു. ഇവിടെ എന്തോ ഒരു വല്ലാത്ത സ്മെല്ലുണ്ടല്ലോ, കാർ കളക്ഷൻ ഒക്കെ കൊള്ളാമെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അടിക്കുന്ന കണക്ക് മണം വരുന്നു എന്ന് പറയുന്ന ടീം. എന്റെ കസിൻ ഉണ്ടല്ലോ ലിന്ന്, ആള് ഭയങ്കര വൃത്തി കോൺഷ്യസാ, അതുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഡിസിൻഫെക്റ്റന്റ് സ്പ്രേ യൂസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാനേയും പറയുന്നു. ഇതൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ 1999 GTR 34 എന്നൊരു കാർ ഉണ്ടായിരുന്നു. അത് കണ്ട് ഇത് ഞാൻ സിനിമയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളതെന്നില്ല ഇങ്ങനെ പറയുമ്പോൾ നീ അതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയോന്നല്ല ഞാനേയും പറയുന്നു. എന്തായാലും ഈ സമയം
സാധാരണ ലിൻ ഇതിലൊന്നും ആരെയും തൊടിക്കില്ല, പ്രത്യേകിച്ച് അവന്റെ ഫേവറേറ്റ് കറി. സാരമില്ല, നീ നോക്കിക്കോ, അവനെന്തായാലും അറിയാൻ പോകുന്നില്ല എന്നെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആക്ച്വലി ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ ലിൻ കാണുന്നുണ്ടായിരുന്നു. അവിടെ ആ ഒരു നല്ല കാറെന്ന് മോ പറഞ്ഞില്ലേ, അതിന്റെ ആ ഒരു വളരെ സ്മോൾ ആയ ലൈറ്റ് വെയ്റ്റഡ് ആയ ഡെലിക്കേറ്റ് ആയ ഒരു പെഡലെല്ലാം അവൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അതിനെപ്പറ്റി നാനയോട് പറയുമ്പോൾ ഇതെല്ലാം തന്നെ ലിൻ പ്രത്യേകം കസ്റ്റം മോഡിഫിക്കേഷൻ ചെയ്തെടുത്തതാണെന്ന് നാനയും പറയുന്നുണ്ട്. അങ്ങനെ മോ അതിന്റെയൊക്കെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന നാനയെ ലിൻ വിളിക്കുന്നുണ്ട്. നീ എവിടെയാണെന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ ഷോപ്പിങ്ങിന് വന്നതാ, ഗ്രോസറി ഷോപ്പിംഗ് എന്നെല്ലാം അവൾ പറയുന്ന ടീം. നിനക്കൊരു ഗിറ്റാർ വേണമെന്ന് പറഞ്ഞില്ലേ, വേഗം എന്റെ വീട്ടിലേക്ക് വാ, ഗിറ്റാർ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, വന്ന് മേടിച്ചോണ്ട് പോകാനായി ലിൻ പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന നാന അവിടെ CCTV ഉണ്ട്, അവൻ അത് കണ്ടിട്ടാണ് കോണ്ടാക്ട് ചെയ്തത് എന്ന് ഒന്നും ഓർക്കാതെ വേഗം തന്നെ മൂനോട് നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ മൂ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ടൈം പെട്ടെന്ന് അവിടെ കറണ്ട് പോകുന്നു. അടുത്ത സെക്കൻഡ് കറണ്ട് വരുന്നുണ്ടെങ്കിലും തിരിഞ്ഞു നോക്കുന്ന അവൾ അവിടെ ലിന്നിനെയാണ് കാണുന്നത്. നീ എന്തിവിടെ, നീ എന്റെ ഏതെങ്കിലും കോമ്പറ്റീറ്റിംഗ് റേസിംഗ് ടീമിന്റെ സ്പൈ വല്ലതും ആണോ, ഇവിടുത്തെ ഡീറ്റെയിൽസ് അറിയാൻ വന്നതാണോ, നീ നാനെ യൂസ് ചെയ്ത് എന്നിലേക്ക് ക്ലോസ് ആയി എന്റെ കാര്യങ്ങൾ അറിയാൻ നോക്കുന്നതാണോന്നല്ല ലിൻ ഒരു ഡൗട്ടോട് കൂടി മൂനോട് സംസാരിക്കുമ്പോൾ എനിക്കിങ്ങനെ സ്പൈ വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എന്റെ ഫ്രണ്ടാണ്, അവൾ എന്നെ ഇങ്ങനെ കാറ് കാണിക്കാന്നും പറഞ്ഞ് ജസ്റ്റ് വിളിച്ചോണ്ട് വന്നപ്പോ ഞാൻ കൂടെ വന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇത് കണ്ടപ്പോ ഞാൻ ജസ്റ്റ് ക്യൂരിയസ് ആയി എല്ലാം ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഈ കാർ കളക്ഷൻ ഒന്നും വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഒരു ഫ്രണ്ടിന് വാങ്കിൾ എഞ്ചിനുള്ള കാറുണ്ട്, അത് വലിയ സംഭവമല്ലേ, അതേ കണക്കൊന്നും ഇവിടെ ഇല്ലല്ലോ എന്നല്ല മൂ ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്ന ലിൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം ലിൻ ഒരു കാർ അന്വേഷിക്കുന്നുണ്ടല്ലോ. കാർ എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി മുഖം വ്യക്തമാവാത്ത രീതിയിൽ ഒരാൾ കാർ ഓടിച്ച് പോയത് ആ റേസിംഗ് ടീമിൽ. ആക്ച്വലി ആ കാറിന് ഇതുപോലെ വാങ്കിൾ എഞ്ചിൻ ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ പേര് ഇവിടെ കേട്ടപാടെ അത്തരം ഒരു എഞ്ചിനുള്ള കാർ തന്റെ ഫ്രണ്ടിനുണ്ടെന്ന് അവൾ പറഞ്ഞ പാടെ ലിനിന്റെ എക്സ്പ്രഷൻ അപ്പാടെ മാറുന്നുണ്ട്. അവൻ അതിനെപ്പറ്റി കുറച്ച് ചോദിക്കാനായി ശ്രമിക്കുമ്പോൾ അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്നിങ്ങനെ അവൾ പറയുന്ന ടീം വാ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞ് അവൾ മുന്നേ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നോക്കി അവന്റെ ആ ബ്ലൂ കാറിൽ അതിൽ തന്നെ അവൻ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അതിനകത്തെ മോഡിഫിക്കേഷൻസ് ഒക്കെ അവൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവൾ അതിനെപ്പറ്റി അവനോട് പറയുന്നുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ടല്ലോ എന്നല്ല, എന്റെ ക്ലച്ചൊക്കെ പെർഫെക്റ്റ് ആണല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി ഓടിച്ചിരുന്നു, പക്ഷെ അതിന്റെ ക്ലച്ചൊക്കെ ഭയങ്കര ഹാർഡ് ആയിരുന്നു എന്ന് അവൾ പറയുമ്പോൾ അതൊരു പിക്കപ്പ് ട്രക്ക് ആയിരുന്നു എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതേ എന്ന് അവൾ പറയുന്നുണ്ട്, കാരണം അത് കണക്കൊരു വണ്ടിയാണല്ലോ സാൻലി ഡ്രിഫ്റ്റ് പഠിക്കാനായി എടുത്തത്, അവന്റെ വണ്ടി അത് തന്നെയാണ്. അപ്പൊ അതിനെപ്പറ്റി ഇങ്ങനെ പറയുന്ന ടീം പിക്കപ്പ് ട്രക്സിന്റെ ഒക്കെ ക്ലച്ചിന്റെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്പ്രിങ് കുറച്ച് ഹാർഡായിരിക്കും, അത് അങ്ങനെ തന്നെയാണെന്നെല്ലാം അവന് വണ്ടികളെ പറ്റി അറിയാവുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ലോഡ് കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ ആ വണ്ടി കൊള്ളാം, അല്ലാതെ ഡ്രിഫ്റ്റ് ചെയ്യാനൊന്നും ആ വണ്ടി കൊള്ളില്ല എന്നെല്ലാം അവൻ പറയുമ്പോൾ അങ്ങനെ പിന്നീട് യാത്രയുടനീളം വണ്ടിയെ പറ്റിയും മോഡിഫിക്കേഷനെ പറ്റിയും തന്നെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവളുടെ വീട്ടിലേക്കുള്ള വഴി അവൻ ചോദിക്കുമ്പോൾ അത് വേണ്ട, എന്നെ റോഡിന്റെ എവിടെയെങ്കിലും ഇറക്കിയാൽ മതി, ഞാൻ ടാക്സി വിളിച്ചു പൊക്കോളാന്ന് അവൾ പറയുമ്പോൾ അവൻ അഡ്രസ്സ് പറയാതെ അവളെ കാറിന് വെളിയെ ഇറക്കില്ല എന്ന് പറയുമ്പോൾ വേറെ വഴിയില്ലാണ്ട് അവൾ അഡ്രസ്സ് പറയുന്നുണ്ട്. അങ്ങനെ അവളുടെ അച്ഛന്റെ അപ്പാർട്ട്മെന്റിന്റെ മുന്നിലായി അവൻ വണ്ടി നിർത്തുന്നു. തുടർന്ന് അവൾ പെട്ടെന്ന് ചാടി ഇറങ്ങി ഡോറ് ശക്തിയിൽ അടയ്ക്കുമ്പോൾ അവന് ദേഷ്യം വരുന്നുണ്ട്. എന്റെ കാറിന്റെ ഡോറൊന്നും ആരും ഇങ്ങനെ അടക്കില്ലെന്ന് അവൻ പറയുമ്പോൾ എന്നെ ഇനി ചുമ്മാ ശല്യപ്പെടുത്തിയാല് കാറ് തല്ലി പൊട്ടിക്കുമെന്ന് പറഞ്ഞ് അവളും പറയുന്നു. ഉടനെ അവൻ ആണോ, എങ്കിൽ നിനക്ക് അതിനൊരു അവസരം ഞാൻ ഇപ്പോഴേ തരാമെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് കൂടുതലായി സംസാരിക്കുകയാണ്. ആ ടീം അവന്റെ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് കാണുന്ന അവൻ എനിക്ക് ചൈനീസ് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവളുടെ ഡംപ്ലിങ്സ് മാത്രമേ കിട്ടൂ, വേറെ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോകാൻ നോക്കുന്ന അവളും പറയുന്നു. അങ്ങനെ അവർ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് മൂവിന്റെ രണ്ടാം അമ്മ കാണുന്നുണ്ട്. പുള്ളിക്കാരി വേഗം തന്നെ ജിന്നിനെ വിളിച്ച് മൂവിന് ഇവിടെ ഒരു ലൈൻ ഉണ്ടെന്ന് തോന്നുന്നു, എന്തായാലും ഇത് അവളുടെ അമ്മ അറിഞ്ഞ ആകെ പ്രശ്നമാവും, അതുകൊണ്ട് നീ ഒന്ന് അവളോട് മയത്തിൽ അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കി എന്താന്ന് വെച്ചാൽ ചെയ്യണം. പിന്നെ അവളൊരു വാശി പിടിച്ച പെണ്ണാന്നറിയാലോ, അമ്മയോട് വാശി പിടിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു മയമൊക്കെ വേണമെന്ന് പറഞ്ഞാണ് അവർ ഓരോന്നവന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും മൂവിന് ഒരു ലൈനോന്ന് ഇത് കേട്ട് ജിൻ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. പിന്നീട് ജിന്നാകട്ടെ അവിടെ നിന്ന് മൂവിന് അവന്റെ ഗ്യാരേജിന്റെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ നടന്നാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ ഏതോ ഷോർട്ട് കട്ട് വഴിയാണ് അവൻ കൊണ്ടുപോകുന്നത്. അവിടെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു പ്ലേസ് ഒക്കെയാണ്. അവിടെ ഒരു കപ്പിൾ ഇരുന്ന് കിസ് ചെയ്യുന്ന കാഴ്ച കാണുന്ന അവൾ ഈ വഴി എപ്പോഴും പോകാറുണ്ടോ, എന്തിനാ ഈ വഴി വരുന്നത്, ഈ വഴി നന്നായിട്ട് അറിയാൻ തോന്നുന്നല്ലോ എന്നല്ല ജിന്നിനോട് പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോൾ ആദ്യം അവനൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും പിന്നീട് അവിടെ ഇരിക്കുന്ന ആ കപ്പിളിനെ കാണുന്ന അവന് കാര്യം മനസ്സിലാവുന്നുണ്ട്. വേഗം ഒരുപാട് ചിന്തിച്ച് കൂട്ടുണ്ടെന്ന് പറഞ്ഞ് അവളുടെ തലക്കിട്ട് ഒരു കൊട്ട് കൊടുത്ത് അവളുടെ ബാഗും വാങ്ങി അങ്ങനെ അവൻ നടക്കാൻ ഒരുങ്ങുന്നു. എന്നിട്ട് അവനൊരു കഥ പറയുന്നുണ്ട്. അവൻ സ്കൂളിൽ പഠിക്കുന്ന ടീം വളരെ നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പിറകെ നടന്ന് ക്ലാസ്സിലെ ഒരു പയ്യൻ പ്രണയിച്ചു. അതിനുശേഷം അവളോട് അവന് ഭയങ്കര സ്നേഹമൊക്കെ ആണെങ്കിലും മറ്റുള്ളവരോട് അവളെ പറ്റി വളരെ മോശമായി അവൻ ഓരോന്നും പറഞ്ഞു നടന്നു. എന്തായാലും അവൻ ആ പ്രണയത്തിൽ ഒട്ടും സിൻസിയർ ആയിരുന്നില്ല, പക്ഷെ ആ പെൺകുട്ടി വളരെ സിൻസിയറുമായിരുന്നു. അങ്ങനെ ഈ പ്രണയം നന്നായി പഠിക്കുന്ന ആ പെൺകുട്ടിയെ പഠനത്തിൽ വളരെ പിന്നോട്ടെത്തിച്ചു. തുടർന്ന് അവളുടെ പേരൻസ് ഒക്കെ സ്കൂളിൽ വന്ന് ആകെ പ്രശ്നം ഉണ്ടാക്കുകയും ഈ പയ്യൻ ആ പെൺകുട്ടിയെ കൈയൊഴിയുകയും ചെയ്തു. തുടർന്ന് അവൾ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോവുകയും ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇതിനിപ്പോ എന്താ നിനക്ക് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ അവക്കൊന്നും മനസ്സിലായില്ല. നിന്റെ ഈ പ്രായത്തില് പെൺകുട്ടികൾ പെട്ടെന്ന് പയ്യന്മാരുടെ വലയെ വീഴും. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളാണെങ്കിൽ പയ്യന്മാരെ ഒരു യൂസ് ആൻഡ് ത്രൂ മെന്റാലിറ്റിയിലായിരിക്കും അവരെ അപ്രോച്ച് ചെയ്യുക. പക്ഷെ പെൺകുട്ടികൾ അത് മനസ്സിലാക്കാതെ അവരുടെ ഫുൾ സിൻസിയർ ലവും ആ പയ്യന്മാർക്ക് കൊടുത്ത് ആകെ പ്രശ്നത്തിലാവും. അതുകൊണ്ട് പ്രണയിക്കാൻ പറ്റിയ പ്രായമല്ല ഇതെന്ന് അവൻ പറയുമ്പോൾ എന്നിട്ട് എന്റെ ക്ലാസ്സിൽ കപ്പിൾ ഉണ്ടായിരുന്നല്ലോ, അവരാണെങ്കിൽ ഹൈസ്കൂൾ പഠനമൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞ് സെയിം യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാനും ഒരുങ്ങുക അറിയാവോന്നൊക്കെ ഇങ്ങനെ പറയുന്ന ടീം പെട്ടെന്ന് അടുത്തുണ്ടായിരുന്ന ഒരു ഡ്രെയിനേജ് ഹോളിന്റെ അവിടേക്ക് കാല് സ്ലിപ്പ് ആവുന്നെന്ന് മനസ്സിലാക്കുന്ന അവൻ അവളെ
വീഴാതെ അടുത്തേക്ക് പിടിക്കുന്നു. പയ്യന്മാരൊട്ടും സീരിയസ് ആയിരിക്കില്ല. ചുമ്മാ നല്ല പെമ്പിള്ളാരെ കിട്ടിയ ഒരു ട്രോഫി കിട്ടുന്ന കണക്കെ അവന്മാർക്ക് ഉണ്ടാവും. അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാനേ ഒട്ടും തയ്യാറാവില്ല എന്നെല്ലാം അവൻ പറയുമ്പോ അപ്പോ ജിൻ എങ്ങനത്തെ ടൈപ്പാണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവൻ അതിന് ഉത്തരം പറയാതെ മുന്നോട്ട് നടക്കുമ്പോൾ വീണ്ടും അവൾ വീഴാനേ പോകുന്നു. തുടർന്ന് വീഴാതെ പിടിക്കുന്നവൻ എന്റെ കൈ പിടിച്ചു നടന്നു, റോഡെല്ലാം കുണ്ടും കുഴിയാന്നും പറഞ്ഞ് അങ്ങനെ അവളുടെ കൂടെ നടക്കുന്ന ടീം അവളിപ്പോ ജസ്റ്റ് അവന്റെ ഡ്രസ്സിൽ ഇങ്ങനെ വീഴാതെ പിടിച്ചിരിക്കുകയാണ്. ആ ടീം അവൻ മുന്നേ അവൾ ചോദിച്ചതിന്റെ ഉത്തരം പറയുന്നുണ്ട്. നിനക്ക് പറ്റിയ ആള് ഞാനായിരിക്കില്ല, പിന്നെ എന്നെ പറ്റി എന്തിനാ നീ ബോധറാവുന്നതെന്ന്. അത് കേൾക്കുന്നവൾ നിങ്ങളെപ്പോലെയുള്ള ഒരാളെ അല്ല ഞാൻ നോക്കുന്നതെന്ന് അങ്ങനെ പറയാൻ കഴിയുമോ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ വീണ്ടും അവൾ വീഴാൻ പോകുന്നുണ്ട്. നിനക്ക് കണ്ണിന് ചെറിയ സൈറ്റ് ഇഷ്യൂ ഇല്ലേ, കണ്ണാടി ഇട്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ കണ്ണാടി ഇടുമ്പോ എന്നെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, അതുകൊണ്ട് ഇടാത്തതാണെന്ന് പറഞ്ഞങ്ങനെ അവൾ അവന്റെ കൈ പിടിച്ച് നടക്കുന്നുണ്ട്. തുടർന്ന് അങ്ങനെ അവർ ഗാരേജിന്റെ അവിടേക്ക് എത്തുമ്പോൾ അവിടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആ ടീമാണ് അവൾ. ഇവിടെ സ്കൂളിൽ ചേർന്നെന്ന് കേട്ടല്ലോ എന്നൊക്കെ അവര് ചോദിക്കുന്നത്. അപ്പൊ ഇനി ഇവിടുന്ന് പോകാൻ പ്ലാൻ ഇല്ലല്ലേ എന്നും കൂടി ചോദിക്കുമ്പോൾ അവൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ടൈം ജിന്നെന്നൊക്കെ പറഞ്ഞവൾ സംസാരിക്കുമ്പോൾ ആദ്യം കാണുന്ന ടീം നീ ബ്രദർ എന്നൊക്കെ ആയിരുന്നല്ലോ, ഇപ്പൊ അത് ജിന്നെന്നാക്കിയോന്ന് ഫെങ്സി ഒരു ഡൗട്ട് ഫീൽ ചെയ്ത് ചോദിക്കുമ്പോൾ നീ ആവശ്യമില്ലാത്തൊക്കെ എന്തിനാ ചോദിക്കുന്നതെന്ന് വേഗം ജിൻ തടയുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ അകത്തേക്ക് പോവാണെന്നും പറഞ്ഞ് മൂ അകത്തേക്ക് പോകുമ്പോഴേക്കും ഞാൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, അവളും കൂടെ ഉണ്ടെന്ന് ഫെങ്സി പറയുമ്പോഴേക്കും കൂടെ ഉണ്ടെന്ന് അവൻ പറഞ്ഞത് മറ്റാരുമല്ല സ്നേക്കിയെ ആണ്. സ്നേക്കി അകത്ത് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സ്ഥലത്തേക്കാണ് മൂ ഓടി ചെല്ലുന്നത്. മൂ നോക്കുമ്പോൾ അവിടെ വളരെ ബോൾഡായി ഡ്രസ് ഇട്ട ഒരു ലേഡി, ദേഹത്ത് സ്നേക്കിന്റെ ടാറ്റു ഒക്കെ ഉണ്ട്. സ്നേക്കിയും കോള് കട്ട് ചെയ്ത് തിരിയുമ്പോഴേക്കും നേരെ മൂവിനെ കാണുന്നുണ്ട്. ഓൾറെഡി അന്ന് റിങ്ങിന്ന് ഇവളുടെ കൈ പിടിച്ച് ജിൻ പോയത് സ്നേക്ക് നോട്ടീസ് ചെയ്തിരുന്നല്ലോ. ഇപ്പോ ഇവിടെ ജിന്നിന്റെ കൂടെ ഇവൾ ഉണ്ടോന്ന് ജിന്നിനെ കാത്തിരുന്ന സ്നേക്കി അവിടെ മൂവിനെ കണ്ട് ആകെ ദേഷ്യത്തില് അവളെ നോക്കി നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയ എപ്പിസോഡുമായി കാണും വരെ ബൈ.